കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. 94-ാം സങ്കീർത്തനം അതിൻ്റെ 19-ാമത്തെ വാക്യം. എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്താൽ നിൻ്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് ഈ കാലത്ത് എല്ലാ പ്രായക്കാരുടെ ഇടയിലും നേരിടുന്ന ഒരു വലിയ പ്രയാസമാണ്, അല്ലെങ്കിൽ ഒരു വലിയ പ്രതിസന്ധിയാണ് വിചാരങ്ങൾ, അല്ലേ? വിചാരപ്പെടാത്തവരായിട്ട് ആരുമില്ല. പല വിഷയങ്ങളെയും പ്രതി, ഇപ്പം സാമ്പത്തിക മേഖലയോ, ജോലി സംബന്ധമായ വിഷയങ്ങളോ, ഭാവി സംബന്ധമായ വിഷയങ്ങളോ, മക്കളെ പ്രതിയോ, ഭാര്യയെ പ്രതിയോ, ഭർത്താവിനെ പ്രതിയോ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളെ പ്രതിയോ വിചാരപ്പെടാത്തതായിട്ട് ആരുമില്ല. ഇനി ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം ഭൗതിക മേഖലകളുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ആത്മീയത്തിൽ ഉയരാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ഉപവസിക്കാൻ കഴിയുന്നില്ല, വിശുദ്ധ ജീവിതത്തിന് ശ്രമിച്ചിട്ട് നടക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ആ തരത്തിലുള്ള വിചാരങ്ങളുള്ള വ്യക്തികളും ഉണ്ട്. ആകത്തുക എല്ലാ മേഖലകളിലും ഈ വിചാരങ്ങൾ ഉണ്ട്. ഇതിനെ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറയുന്നതാണ് ടെൻഷൻ, അല്ലേ? ഭാരം, പ്രതിസന്ധി, പല വിഷയത്തെക്കുറിച്ച് വിചാരപ്പെടേണ്ടി വരുന്നതിനെയാണ് ടെൻഷൻ എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നത്. ഇപ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ ടെൻഷൻ എന്നോ ഹൈപ്പർ ടെൻഷൻ എന്നോ ഒക്കെ പറയുന്ന ഒരു തലത്തിലേക്ക് വരുന്നു. ഇന്ന് മിക്കവാറും കാണുന്ന പല രോഗങ്ങളുടെയും പുറകിൽ, ഇപ്പം അടുത്ത കാലത്തൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു മേഖലയാണ്, ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ വരുന്ന ഒരു രോഗമാണ് ക്യാൻസർ. ആ രോഗം പോലും പലപ്പോഴും വരുന്നത് മാനസിക സമ്മർദ്ദങ്ങളും അതിനൊരു കാരണമായി മാറുന്നു എന്ന് പറയുന്ന പഠനങ്ങൾ ഇന്ന് നമുക്ക് പല മേഖലകളിൽ നിന്ന് ലഭ്യമാണ്. എന്തുവാ ഇതിൻ്റെ ചുരുക്കാവസ്ഥ ചിന്തിച്ചാൽ ഇത് നമ്മളെ ഒരു അപകടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്, അല്ലേ? മാനസിക തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പോൾ ഡിപ്രഷൻ എന്നുള്ള രോഗാവസ്ഥ പോലും വരുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? എന്തോ ഇതിന് കാരണം? എന്തുകൊണ്ടാണ് ഈ വിചാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്? ഇവിടെ സങ്കീർത്തനക്കാരൻ 94-19 പറയുന്നു, എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരും, വിചാരങ്ങൾ വരും. ഫിലിപ്പി ലേഖനം വായിക്കുന്ന സമയത്ത് അപ്പോസ്തലനായ പൗലോസ് പറയും, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, സകലത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവത്തോട് നിങ്ങളുടെ സ്തോത്ര വിഷയങ്ങളെ യാചിക്കണം എന്ന് പറയുന്ന ഭാഗത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടവരുന്നുണ്ടല്ലേ? അപ്പം എന്താ അതിൻ്റെ അർത്ഥം? ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ ഒന്നിനെക്കുറിച്ചും എന്ത് ചെയ്യാൻ പാടില്ല, വിചാരപ്പെടാൻ പാടില്ല. യേശു തന്നെ പറഞ്ഞു, നിങ്ങൾ വിചാരപ്പെടുന്നതിൽ നിന്ന് ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയുകയില്ല. അപ്പം നമ്മൾ വിചാരപ്പെട്ടത് കൊണ്ട് എന്തെങ്കിലും കാരണം, എന്തുകൊണ്ടാണ് നമുക്ക് ഈ വിചാരം വരുന്നത്? നമുക്കറിയാം, മാനുഷിക മേഖലകളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ അസ്വസ്ഥരാണ്, അല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അത് നമ്മളെ ഭാരത്തിലേക്ക് നടത്തുന്നു. നമ്മൾ ചിന്തിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുമ്പോൾ, എനിക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകാതെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഭാരത്തിലേക്ക് പോവുകയാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് പിന്നെ ടെൻഷനിലേക്ക് വഴിമാറുകയാണ്. ഇപ്പം നിങ്ങളുടെ വിഷയങ്ങൾ ഏതൊരു വിഷയമാകട്ടെ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ സാമ്പത്തിക പ്രശ്നമോ, കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകളോ, ഇല്ലെങ്കിൽ മക്കളെ പ്രതിയുള്ള വിഷയങ്ങളോ, ജോലി സംബന്ധമായ മേഖലകളോ, ഭാവി സംബന്ധമായ മേഖലകളോ, ആത്മീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളോ, ഇതെല്ലാം നമ്മൾ സ്വയമേ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തോട് ഈ വിഷയങ്ങളൊന്ന് പറയാൻ നിങ്ങൾ ശ്രമിച്ചേ. ദൈവത്തോട് ആ വിഷയത്തെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അപേക്ഷിച്ച് അങ്ങനെ വരുന്ന സമയത്ത് നിശ്ചയമായിട്ടും അതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുന്നത് കാണാം. അതാണ് ഇവിടെ പറയുന്നത്, നമ്മുടെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങളെ, ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കും. അപ്പം ഈ വിഷയങ്ങൾ നമ്മൾ ദൈവത്തോട് ഷെയർ ചെയ്യുന്ന സമയത്ത് ദൈവം നമുക്ക് ആശ്വാസം തരും. ആ ആശ്വാസം നമ്മുടെ പ്രാണനെ തണുപ്പിക്കുമെന്നാണ് ബൈബിൾ പറഞ്ഞല്ലേ? അപ്പം ശ്രദ്ധിച്ച്, അപ്പം ദൈവത്തോട് നമ്മുടെ വിഷയങ്ങളെ ഷെയർ ചെയ്യുക, നമ്മുടെ ഹൃദയത്തിനകത്തൊരു ആശ്വാസം വരും, നമ്മുടെ പ്രാണനെ ദൈവം തണുപ്പിക്കും. ആ നിലവാരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഇടവരും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, സന്ദേശത്തിനാണ് സ്തോത്രം. മാനസികമായ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിനകത്തൊരു വലിയ വിശാലതയും വിടുതലും കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തിയാണ്. സ്വർഗം അങ്ങനെ ചെയ്യണം. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.